കൊല്ലത്ത് കലോത്സവം ആവേശത്തോടെ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ, ഇന്നലെ മഴ പെയ്തത് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയോ? മഴ പെയ്ത് കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള പരിഹാരം രാവിലെ തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നാട്ടിൽ മഴ പെയ്താൽ പിന്നെ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ. മഴ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ഒഴിവാക്കുവാൻ വേണ്ടി ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ഉണ്ടാവുമെന്നാണ് പിന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ മഴ അല്ലെങ്കിൽ തന്നെ ചെറിയ മഴയായിരുന്നാലും നമ്മളത് ബാധിക്കും. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ശക്തമായ മഴ പെയ്തത്. പ്രധാന വേദിയിലാണ് കുറേ വെള്ളക്കെട്ട് വന്നത്. അത് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അപ്പീലുകൾ വരുന്നുണ്ടെന്ന് സംഘാടക സമിതി തന്നെ പറയുന്നു. സംഘാടക സമിതിക്ക് പോലും പലപ്പോഴും ഓരോ മത്സരത്തിൽ എത്ര അപ്പീലുകൾ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധി ആവുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അപ്പീലുകൾ ഇല്ലായിരുന്നു. ഹൈക്കോടതിയിൽ തന്നെ നേരത്തെ ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട്. അപ്പീലുകൾ കൊടുക്കുന്നത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് വെച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ മത്സരം നടത്തിയവരുടെയോ മത്സരം നടത്തിയ ജഡ്ജസിൻ്റെയൊക്കെ തന്നെ അഭിപ്രായം പരിശോധിക്കാതെ ആര് അപ്പീലുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കുകയാണ്, അപ്പീൽ അനുവദിക്കുകയാണ്. മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി വരെ. അത് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷം മാനുവൽ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ ഒരു നിയമനിർമ്മാണം നടത്തുന്ന സംബന്ധിച്ചതടക്കം ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രാചീന കലകളെയും അതുപോലെ തന്നെ ഗോത്ര കലകൾ കൂടുതൽ കലകളെ ഉൾപ്പെടുത്തുന്നതിൽ നടപടി ഈ മാനുവൽ പരിഷ്കരണ ഭാഗമായിട്ടുണ്ടാകും. അതാണല്ലോ പ്രാധാന്യം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ, അത് ഉൾപ്പെടുത്തും. അപ്പോൾ തന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ സദസ്സ് വേദികളിൽ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ നമുക്ക് നമ്മുടെ മനുഷ്യസാധ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താം. അതല്ല നമ്മുടെ നാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ മഴവെള്ളം കെട്ടിക്കിടന്ന് എന്ത് ചെയ്യും? അതെല്ലാം ചെയ്യാൻ നമുക്ക്. ഈ എങ്ങനെയാണ് കൊല്ലത്തെ കാണികളിലൊക്കെ പൊതുവേ വേദികളൊക്കെ കാണികൾ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. കൊല്ലം എങ്ങനെയാണ് കലോത്സവത്തെ സ്വീകരിക്കുന്നത്? ഇന്നലെ നല്ല ആൾക്കൂട്ടമായിരുന്നു. 24 വേദിയുണ്ടല്ലോ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയല്ലേ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാ വേദികളും ഫുള്ളാവും. കുട്ടികളും അധ്യാപകരൊക്കെ എന്തായാലും സംതൃപ്തരാണെന്നാണോ സർക്കാരിൻ്റെ വിലയിരുത്തൽ? ഇന്നലെ അവർക്ക് മത്സരത്തിൽ വേറെ പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിന് പരാതിയില്ല, അക്കോമഡേഷന് പരാതിയില്ല, വന്നിറങ്ങിയപ്പോൾ അവർ സ്വീകരിച്ചതിനുള്ള സംബന്ധിച്ച പരാതിയില്ല. അതിലൊക്കെയല്ലേ പരാതി ഉണ്ടാവേണ്ടത്. അപ്പോൾ എല്ലാവരും സംതൃപ്തരാണ് എല്ലാവരും. എന്തായാലും കലോത്സവം രണ്ടാം ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഭംഗിയായി കലോത്സവം പൂർത്തിയാകുന്നുണ്ട്, കലകളെല്ലാം ഭംഗിയായി പൂർത്തിയാകുന്നുണ്ട് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ.